മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. യേശു ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. നമുക്കറിയാം, രോഗം വരുമ്പോൾ എല്ലാവരും ചികിത്സ തേടുന്നു. കാരണം ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും സ്വപ്നം. ഞാൻ വായിച്ച ഒരു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ കുറേയധികം ആൾക്കാർ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് അതിവേഗം കയറി വന്നു. അവിടെ നിന്നിരുന്ന എല്ലാവരും ആ ബസ് ലക്ഷ്യമാക്കി ഓടി. എന്നാൽ ആ ബസ്സിൻ്റെ ബോർഡ് വായിച്ചപ്പോൾ അവരെല്ലാവരും പരിഭ്രാന്തരായി തിരികെ പോന്നു. ആ ബസ്സിൻ്റെ ബോർഡ് നരകം എന്നുള്ളതായിരുന്നു. അപ്പോൾ നരകത്തിലേക്ക് പോകുവാൻ ആർക്കും ഇഷ്ടമില്ല. അവർ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നു. എല്ലാവരും ആ ബസ്സിനെ ലക്ഷ്യമാക്കി ഓടി. അവിടെ ചെന്ന് ബോർഡ് വായിച്ചപ്പോൾ സ്വർഗം എന്നായിരുന്നു ആ ബോർഡ്. അത് കണ്ട് എല്ലാവരും പരിഭ്രാന്തരായി തിരിച്ചു പോന്നു. സ്വർഗത്തിലേക്കാണെങ്കിലും നരകത്തിലേക്കാണെങ്കിലും ഉടനെ അങ്ങോട്ട് പോകുവാൻ ആർക്കും താല്പര്യമില്ല. ഈ ഭൂമിയിൽ എത്ര കഷ്ടപ്പാടാണെങ്കിലും ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം ജീവിച്ചിരിക്കുക എന്നതും മരിക്കുക എന്നതും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് നമുക്കറിയാം. മരണത്തോടുകൂടി നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം അവസാനിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ട് നമുക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് രോഗം വരുമ്പോൾ ചികിത്സിക്കണം എന്നുള്ളതും ഹോസ്പിറ്റൽ ആവശ്യമുണ്ടോ എന്നുള്ളതുമൊന്നും ഒരിക്കലും ഒരു തർക്ക വിഷയമായി ആരും കരുതാറില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു അപസ്മാര രോഗിയെ അവൻ്റെ പിതാവ് ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനെ സുഖപ്പെടുത്തുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. എന്നാൽ യേശു ആ രോഗിയെ സുഖപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. മാത്രമല്ല, യേശു ശിഷ്യന്മാരെ ശകാരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ. എന്താണ് അതിനർത്ഥം? വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് തീരെയില്ല എന്നത് തന്നെ. രണ്ടാമതായി, വഴിപിഴച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനെ യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് വഴിപിഴച്ച തലമുറ. ഇപ്പോഴത്തെ കേരളീയ തലമുറയെ നമുക്ക് വേണമെങ്കിൽ അതിനോട് താരതമ്യപ്പെടുത്താം. കാരണം വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രോഗം എന്നതും ചികിത്സ എന്നതും ഇപ്പോഴും മനുഷ്യന് പൂർണ്ണമായി പിടിതരാത്ത ഒരു പ്രതിഭാസമാണ്. അതൊരു രഹസ്യമാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആർക്കും ഇപ്പോൾ പറയുവാൻ സാധിക്കുകയില്ല ഒരു രോഗിയെ കാണുമ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്താം. എന്താണ് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത്? ഞാൻ ചികിത്സിക്കാം എന്നാണ്, ഞാൻ സുഖപ്പെടുത്താം എന്നല്ല. അങ്ങനെ പറയുവാൻ ഒരു ഡോക്ടർക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഒരു ധ്യാനഗുരു പറയുന്നില്ല ഞാൻ സുഖപ്പെടുത്താമെന്ന്. മറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെയുള്ള രോഗശാന്തിക്കാണെന്നുണ്ടെങ്കിലും ചികിത്സയിലൂടെയുള്ള രോഗശാന്തിക്കാണെങ്കിലും പരിമിതി ഉണ്ട് എന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ കൂട്ടായ ഒരു ഉത്തരവാദിത്തമായി കണക്കാക്കണം. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ്, ഏറ്റവും വലിയൊരു വേദനാജനകമായ അവസ്ഥയാണ് രോഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, ആത്മാവ്, മനുഷ്യബന്ധങ്ങൾ എന്നിവയെല്ലാം സുസ്ഥിരമായ അവസ്ഥയിൽ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യോളജി, സൈക്കോളജി, ഹിസ്റ്ററി, അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രശാഖകളെയും ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ വൈദ്യശാസ്ത്ര മേഖല എന്ന് പറയുന്നത്. അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കാം. എന്നാൽ ഏറ്റവും കാര്യക്ഷമതയോടുകൂടിയും ഉത്തരവാദിത്തോടും കൂടി ഈ മേഖലയെ നമ്മൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. വൈദ്യശാസ്ത്ര മേഖലയോട് നമ്മൾ സഹകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ COVID-19 എന്ന വലിയ മഹാമാരിയെ അതിജീവിച്ചവരാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലതായി കോവിഡിനെ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അതായത് രോഗം പടരാതിരിക്കാൻ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചു. വന്ന രോഗികളെ ചികിത്സിക്കുവാൻ നല്ല കാര്യക്ഷമത കാണിച്ചു. അതുകൊണ്ട് ഇപ്പോഴും ആ ജാഗ്രത നമുക്ക് ആവശ്യമാണ്. കാരണം ലോകത്തിൽ എല്ലായിടത്തും എല്ലാവിധ സാംക്രമിക രോഗങ്ങളും എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളും സംഹാരതാണ്ഡം ആടുകയാണ്. വൈദ്യശാസ്ത്രത്തിന് രോഗത്തെ കീഴ്പ്പെടുത്തുവാൻ ഇതുവരെയായിട്ടും പൂർണ്ണമായി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമായി നല്ല ഒരു മനോഭാവം ഇതിനോട് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നാവുകളിൽ നിന്നും എപ്പോഴും ശാപവാക്കുകൾ വരാതെ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ വരട്ടെ. എല്ലാവർക്കും സുഖം ആശംസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ മനുഷ്യരും എപ്പോഴും സുഖമായിരിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുവാൻ നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കും സൗഖ്യം ലഭിക്കട്ടെ. എല്ലാവരുടെയും മനസ്സും ശരീരവും ആത്മാവും എല്ലാം സൗഖ്യാവസ്ഥയിലായിരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും മോചിപ്പിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. താങ്ക് യു.